സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് ഇക്കുറി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. LDF സർക്കാരിന് എതിരായ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാകും കോൺഗ്രസ് രംഗത്തെത്തുക. 2 ടേം LDF ഭരിച്ചെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പല വാർഡുകളുടെയും സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടവരുടെ ചിത്രവും നേതൃത്വത്തിന്റെ കയ്യിൽ സുരക്ഷിതമെന്നാണ് വിലയിരുത്തൽ. സർക്കാരിനെതിരായ വിചാരണയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അജണ്ടയെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം, പാർട്ടിയിലെ പീഡന ആരോപണം, PMC പദ്ധതിക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, BJPയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇവയെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ഒരു തുറന്ന പോയിന്റാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അയ്യപ്പ സംഗമം നടത്തിയതിലെ വിചാരണയും ഇതിൽപ്പെടും. സാമുദായിക ഐക്യം എന്ന രീതിയിലുള്ള LDF തന്ത്രം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. നായർ ഈഴവ വോട്ടുകൾ LDF ഉറപ്പിച്ചുവെന്ന് പറയുമ്പോൾ പലരും കോൺഗ്രസ് അനുകൂലികളാണെന്നുള്ളതാണ് സത്യം. ക്രൈസ്തവ വോട്ടുകൾ തേടി രഹസ്യ അരമന സന്ദർശനത്തെ കോൺഗ്രസ് പരിഹസിച്ചു. പല ക്രൈസ്തവ വോട്ടുകളും കോൺഗ്രസിനുള്ളതാണെന്നാണ് പരസ്യമായ രഹസ്യമാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് പങ്കുവച്ചു. ഏതായാലും ജനഹിതത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.